Good evening, students. So now we can discuss the background of the French Revolution. So before starting the novel, you should know at least some concepts like the story behind the French Revolution. Okay, so what all happened during the French Revolution or what led to the French Revolution? You should know all these things before reading the novel. So first thing is, so when Louis XVI became king of France in the 1775, he inherited a country with economic distress, social unrest, and problems with the nobility and the parliament. Okay, Louis XVI king ആയി 1775 ഫ്രാൻസില്. അപ്പൊ ആ സമയത്ത് എന്തായിരുന്നു കൺട്രി എന്ന് പറയുന്നത് വളരെയധികം സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി അൺട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രി, എക്കണോമിക്കലി ആയിട്ട് അൺട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു ഇദ്ദേഹത്തിന് കിട്ടിയത്. ആൻഡ് there was this problems with nobility and the parliament. Okay, so this was inheritance ആയിരുന്നു അല്ലെ, ഇൻഹെറിറ്റൻസ് വഴി കിട്ടിയതാണ്. സോ പക്ഷെ ഇറ്റ് വാസ് വെരി എന്താ പറയാ, ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പീരീഡ് ആയിരുന്നു ഫോർ ലൂയിസ് 16. സോ അറ്റ് ദാറ്റ് ടൈം ദി അരിസ്റ്റോക്രസി വാസ് ലിവിംഗ് ഓൺ ബോറോഡ് മണി ആൻഡ് ദി ലേബേഴ്സ് ഓഫ് ദി ലോവർ ക്ലാസസ്. ആസ് യു ഓൾ നോ, അരിസ്റ്റോക്രസി എന്ന് പറയുന്നത് വാസ് അവരൊരു ജോലിയും ചെയ്യത്തില്ല, ദേ കംപ്ലീറ്റ്ലി ഡിപെൻഡന്റ് ഓൺ ദി ലോവർ ക്ലാസ് പീപ്പിൾ. ഓക്കെ, സോ ദ മിഡിൽ ക്ലാസ് ആൻഡ് ദെൻ another this thing is the middle class was also becoming wealthy from its trade, manufacture, banking and contracting. And the lower middle class people consisting of the tradesmen and the laborers with a few government officials, they were actually had to live in a poverty stricken life. അപ്പം അരിസ്റ്റോക്രാറ്റ്സ് ഉണ്ടായിരുന്നു, മിഡിൽ ക്ലാസ് ഉണ്ട്, ലോവർ ക്ലാസ് ഉണ്ട്. അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറയുന്നത് ദേ ടോട്ടലി ഡിപെൻഡ് അപ്പോൺ ദിസ് ലോവർ ക്ലാസ് പീപ്പിൾ. മിഡിൽ ക്ലാസ് പീപ്പിൾ എന്തായിരുന്നു, വെൽതി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു, അതിന്റെ ഇടയിൽ കൂടെ ട്രേഡിലൂടെയും ബാങ്കിങ്ങിലൂടെയൊക്കെ. ലോവർ ക്ലാസ് പീപ്പിൾ എന്ന് പറയുന്നതായിരുന്നു നല്ലപോലെ സഫർ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ. ഓക്കെ, ദെൻ the king, that is Louis XVI, was only 20 years old when he inherited his kingdom. And he was inexperienced and he was easily influenced by the corrupted people. So he soon felt tired of this country's problems, and he was also a shy man. He was very indecisive and a narrow-minded person. So he solely depended on his ministers for advice. Okay, and what about these ministers? അവരെന്ന് പറയുന്നത് എന്താണ്, അവര് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുത്തിട്ട് എന്താണ് അതോറിറ്റി എടുത്തിട്ട് കിങ്ങിനെ എന്ത് ചെയ്തു, കിങ്ങിന്റെ മേളിൽ ഇമ്പോസ് ചെയ്യാനാണ് അവർ നോക്കിയത്. കിങ്ങിന് സ്വന്തമായിട്ട് ഡിസിഷൻസ് ഇല്ലായിരുന്നു. സോ മിനിസ്റ്റേഴ്സ് ആയിരുന്നു അഡ്വൈസ്, എല്ലാ കാര്യങ്ങളും ഡിസിഷൻസ് എടുത്തിരുന്നത്. ആൻഡ് ദിസ് മിനിസ്റ്റേഴ്സ് വെർ ആക്ച്വലി കംപ്ലീറ്റ്ലി കറപ്റ്റഡ് ആയിരുന്നു. സോ ഹി സിൻസിയർലി ബിലീവ്ഡ് ദാറ്റ് ഹി റൂൾഡ് ബൈ ദി വിൽ ഓഫ് ഗോഡ്. ഗോഡ് പറഞ്ഞ പോലെയാണ് ഇദ്ദേഹം റൂൾ ചെയ്യുന്നുള്ള രീതിയിലാണ് ലൂയിസ് 16 ഇരുന്നത്. പക്ഷേ ശരിക്കും ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി കറപ്റ്റഡ് പീപ്പിൾ. ദ കോർട്ട് വാസ് ഇൻ ഡെപ്റ്റ്. And the kingdom അല്ലെങ്കിൽ the court needed a huge amount of money. And because of റോയൽ എക്സ്ട്രാവജൻസ്, അതായത് റോയൽ നല്ലപോലെ പൈസ സ്പെൻഡ് ചെയ്യുമായിരുന്നു കോർട്ട്, കിങ്. ആൻഡ് ദർ വാസ് ദിസ് ഫിനാൻഷ്യൽ ഡെഫിസിറ്റ്സ് ഉണ്ടായിരുന്നു, 2 വാർ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ കിങ്ഡത്തിന് അല്ലെങ്കിൽ കോർട്ടിന് ഒരുപാട് പൈസയുടെ ആവശ്യം വേണ്ടി വന്നിരുന്നു, കടമായിരുന്നു. സോ ഇൻ ഓർഡർ ടു കോപ്പ് അപ്പ് വിത്ത് ദീസ് പ്രോബ്ലംസ്, ലൂയിസ് 16 എന്ത് ചെയ്തു, ഹി റീഇൻസ്റ്റേറ്റഡ് ദി പാർലമെന്റ് which were made up of aristocrats. And he hoped that they could solve his problems. Aristocrats in ഇയാൾ എന്ത് ചെയ്തു, full power കൊടുത്തു. Okay, and he hoped that these aristocratic people, they could solve the money problems. So although the lower class people were suffering, the magistrates in the parliaments, അതായത് aristocrats അവരൊക്കെ, they believed that reforms to help the lower classes were unnecessary. അതായത് കുറച്ച് ചേഞ്ചസ് ഒക്കെ ലോവർ ക്ലാസസിൽ കൊണ്ടുവരണം റൂൾസിലൊക്കെ. അത് എന്നാൽ മാത്രമേ ഫിനാൻഷ്യലി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂന്ന് മനസ്സിലായി. അവർ ആര് പറഞ്ഞു, ഈ ഒരു നമ്മുടെ അരിസ്റ്റോക്രാറ്റ്സ് പറഞ്ഞു. They thought that the lower classes needed no social reforms and that such people were born to bear the burdens of taxation. അതായത് ടാക്സേഷൻ എന്നുള്ള ഒരൊറ്റ കാര്യം ലോവർ ക്ലാസ് പീപ്പിളിന് വേണ്ടി മാത്രമുള്ളതാണ്. ആൻഡ് they are low by birth. Okay, so they don't need any kind of social reforms. അവരെ സോഷ്യലി അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റിഫോംസ് ഒന്നും ആവശ്യമില്ല. ബിക്കോസ് ദേ ആർ ദ പീപ്പിൾ ഹു ഹാഡ് ടു ബിയർ ദി ബേർഡൻസ് ഓഫ് ടാക്സേഷൻ. സോ അവർക്ക് ടാക്സേഷൻ എന്നുള്ള കാര്യം അവരുടെ മുകളിലും കൂടുതൽ ഇമ്പോസ് ചെയ്യാൻ തുടങ്ങി. ഇൻ കോൺട്രാസ്റ്റ്, മെമ്പേഴ്സ് ഓഫ് ദ നൊബിലിറ്റി, because they are born into the upper class or the second estate, they were exempted from any taxation. Nobilityക്ക് taxation ഒന്നും ഇല്ല. And not surprisingly, therefore the parliament passed numerous laws favoring the aristocracy. Because it is being ruled by the aristocratic people, aristocrats and nobilityക്ക് വേണ്ടി also favorable ആയിട്ടുള്ള ലോസ് ഇവര് പാസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതെന്ത് പറ്റി കാണും, ഇതറിഞ്ഞ ലോവർ ക്ലാസ് പീപ്പിൾ എന്ത് ചെയ്ത് കാണും, ദേ സ്റ്റാർട്ടഡ് റിവോൾട്ടിങ്. അവരുടെ ഉള്ളിൽ എന്തായി കാണും, അവരെന്തായാലും ഇത്രയും ടാക്സേഷൻ കൊണ്ട് അവർ വഴി മുട്ടി നിൽക്കുവാണ്. അപ്പൊ വീണ്ടും അവരുടെ മുകളിൽ ടാക്സേഷൻ ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് വാസ് എ സിറ്റുവേഷൻ. Now the parliament, അതായത് aristocratic people, they next asked Louis to return French rule to the Estates General. അതായത് എസ്റ്റേറ്റ് ജനറൽ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പറഞ്ഞു. അത് നേരത്തെ ഉണ്ടായിരുന്നതായിരുന്നു.
പിന്നീട് അത് തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ലൂയിസിന്റെ അടുത്ത് പറയുവാണ്. ഈ എസ്റ്റേറ്റ് ജനറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 3 ലീഗൽ സ്റ്റേറ്റസ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ 3 എസ്റ്റേറ്റ്സ് കൊണ്ടുവരണം. അതായത് ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്ന് ഉള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ആരായിരിക്കും, അരിസ്റ്റോക്രാറ്റിക് പീപ്പിൾ അല്ലെങ്കിൽ നോബിലിറ്റി അല്ലെങ്കിൽ ക്ലർജി പീപ്പിൾ ആണ്. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ലർജി, സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നോബിലിറ്റി, തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വർക്കിംഗ് ക്ലാസ് പീപ്പിൾ, അവരാണ് തേർഡ് എസ്റ്റേറ്റിനകത്ത് വരുന്നത്. സോ അണ്ടർ ദി റൂൾ ഓഫ് ദി എസ്റ്റേറ്റ് ജനറൽ, അപ്പൊ ഈ എസ്റ്റേറ്റ് ജനറൽസിന് അതായത് ഒബ്വിയസ്ലി ദ ഫസ്റ്റ് എസ്റ്റേറ്റിലുള്ള ആളുകൾക്ക് ഭരിക്കാനുള്ള ആ ഒരു റൂള് കൊണ്ടുവന്നു ഫ്രാൻസിൽ. അവർക്കാണ്, അതായത് കിങ്ങിനോടൊപ്പമുള്ള റൂള് അല്ലെങ്കിൽ കിങ്ങിനെക്കാട്ടിലും മുകളിൽ ഒരു അതോറിറ്റി ഈ എസ്റ്റേറ്റ് ജനറൽസിന് കിട്ടി. ആ ഒരു സിസ്റ്റത്തിലൂടെ ഫസ്റ്റ് എസ്റ്റേറ്റുകാർക്കായ ക്ലർജിക്ക് കിട്ടി. ഓക്കെ, ആൻഡ് ദ കിങ് ഓൾസോ ഇവൻച്വലി എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഒരു കാര്യത്തിന്. ബിക്കോസ് ഹിസ് ആക്ച്വലി റിലീവ്ഡ് ഓഫ് ദി ഡ്യൂട്ടി അല്ലെ. അതുകൊണ്ട് എസ്റ്റേറ്റ് ജനറൽസ് ബാക്കി എല്ലാവരും നോക്കിക്കോളും എന്ന് വിചാരിച്ച് കിങ് എന്ത് ചെയ്തു, മിണ്ടാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് അണ്ടർ ദി റൂൾ ഓഫ് ദി എസ്റ്റേറ്റ് ജനറൽ എന്ത് പറ്റി, നോബിലിറ്റിക്ക് മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് ഓഫീസ് ഹോൾഡ് ചെയ്യാനുള്ള പവർ കിട്ടിയത്. മിലിറ്ററിയിലെല്ലാം ഹൈ റാങ്ക്സ് നോബിലിറ്റിക്ക് മാത്രമാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഗവൺമെന്റ് പോസ്റ്റൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റൊക്കെ നോബിലിറ്റിക്ക് മാത്രമാണ് കിട്ടിയത്. സോ ദ കോമണേഴ്സ് ഓഫ് ഫ്രാൻസ്, ഒബ്വിയസ്ലി ദ തേർഡ് എസ്റ്റേറ്റ് പീപ്പിൾ, അവരെന്ത് ചെയ്തു, ഇവരാദ്യം വിചാരിച്ചു എന്താണ്, ദേ വെർ ഓവർജോഡ് വെൻ ലൂയിസ് എസ്റ്റാബ്ലിഷ്ഡ് ദി എസ്റ്റേറ്റ് ജനറൽ റൂൾ. But later they came to know the rules and everything, and they become soon disappointed. Okay, so initially they thought that they would be having their own estate, and thus അവർക്കൊരു ഗവൺമെന്റ് പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു സ്പോക്സ് പേഴ്സൺ ഒക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിരുന്ന കോമൺ പീപ്പിൾ എന്ത് പറ്റി, പെട്ടെന്ന് അവർക്ക് റിയലൈസ് ആയി അവർക്ക് ഒരു പവറും ഇല്ലെന്ന്. സോ അതായത് പണ്ടത്തെ റൂൾ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മെമ്പറിനും എസ്റ്റേറ്റിലുള്ള എല്ലാ ആളുകൾക്കും വോട്ടവകാശം ഉണ്ടെന്നായിരുന്നു. പക്ഷേ ക്ലർജിക്കും അരിസ്റ്റോക്രസിക്കും മാത്രമേ ഉള്ളൂ വോട്ട് ചെയ്യാൻ പറ്റിയിരുന്നത്. ആ മറ്റേ തേർഡ് എസ്റ്റേറ്റുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, വോട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ ദർ വാസ് നോബഡി ഫോർ ദം, അതായത് ഒരു സ്പോക്സ് പേഴ്സൺ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലായിരുന്നു, അവരെ റെപ്രസെന്റ് ചെയ്ത് ആരും വന്നില്ല. സോ എന്ത് പറ്റി, പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി, ഫുഡ് റയറ്റ്സ് ബ്രോക്ക് ഔട്ട് ചെയ്യാൻ തുടങ്ങി ബിക്കോസ് ഓഫ് ഫുഡ് ഷോർട്ടേജസ്, ഹെയിൽ സ്റ്റോംസും ക്രോപ്സ് ഒക്കെ നശിക്കാൻ തുടങ്ങി 1788 ലിവിംഗ് പീപ്പിൾ ഹംഗ്രി. അങ്ങനെ പാരീസ് എന്ന് പറയുന്നത് ഇൻ പെർട്ടിക്കുലർ ഇറ്റ് വാസ് ക്രൗഡഡ് ആയിരുന്നു, ഡെൻസ്ലി പോപ്പുലേറ്റഡ് സിറ്റി ആയിരുന്നു. ആൻഡ് ദി മാസസ് അല്ലെങ്കിൽ ദ പുവർ പീപ്പിൾ ഹാഡ് നോ ജോബ്സ് ആൻഡ് നോ മണി. സോ ദേ ബിഗാൻ എന്ത് ചെയ്തു, ദേ ബിഗാൻ ബേണിംഗ് ആൻഡ് ലൂട്ടിംഗ് ദി കൺട്രി സൈഡ്. ആൻഡ് ഈവൻ കോമൺ സോൾജിയേഴ്സ് എന്ത് ചെയ്തു, സോൾജിയേഴ്സ് അതായത് കോമൺ സോൾജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ എസ്റ്റേറ്റ് ജനറലിന്റെ ആ ഒരു തേർഡ് എസ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകൾ പോലും, അങ്ങനെയുള്ള സോൾജിയേഴ്സ് പോലും അരിസ്റ്റോക്രാറ്റിക് ഓഫീസേഴ്സിനെതിരെയൊക്കെ റിവോൾട്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് തേർഡ് എസ്റ്റേറ്റിന് എന്താണ് സ്ട്രോങ് വോയിസ് വേണം എന്ന് പറഞ്ഞ് പൊളിറ്റിക്കൽ പാംഫ്ലെറ്റ്സും ഒക്കെ എന്താ പറയാ അഗ്രവേറ്റഡ് ആവാൻ തുടങ്ങി. ഐ മീൻ ആ ഒരു സിറ്റുവേഷൻ അഗ്രവേറ്റ് ചെയ്യാൻ തുടങ്ങി. പൊളിറ്റിക്കൽ പാംഫ്ലെറ്റ്സിലൊക്കെ തേർഡ് എസ്റ്റേറ്റിനൊരു എന്താണ് സ്ട്രോങ്ങർ വോയിസ് വേണം ഗവൺമെന്റിൽ എന്നൊക്കെ പറഞ്ഞുള്ള റൂൾസ് ഒക്കെ, ഐ മീൻ അങ്ങനെയുള്ള മുറവിളികളൊക്കെ വരാൻ തുടങ്ങി. ബൈ ദ മിഡിൽ ജൂൺ ഓഫ് 1788 poor parish priests who belonged to the first estate, they began to desert their political base and they joined the third estate. So as a result, the third estate recognized that it was the only estate elected by the people. They declared themselves as the National Assembly and immediately banned taxes. തേർഡ് എസ്റ്റേറ്റില് ഫസ്റ്റ് എസ്റ്റേറ്റിലുള്ള കുറെ പുവർ പാരിഷ് പ്രീസ്റ്റുകൾ തേർഡ് എസ്റ്റേറ്റിൽ വന്ന് ജോയിൻ ചെയ്തു. ആൻഡ് അവർക്ക് മനസ്സിലായി തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് വാസ് ദ ഓൺലി എസ്റ്റേറ്റ് ഇലക്ടഡ് ഫോർ ആൻഡ് ബൈ ദി പീപ്പിൾ. സോ അവരെന്ത് ചെയ്തു, അവര് നാഷണൽ അസംബ്ലി എന്ന് പറഞ്ഞ് അവരെ സ്വന്തമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് അവര് ടാക്സസ് ഒക്കെ ബാൻ ചെയ്യാൻ തുടങ്ങി സ്വന്തം ഇഷ്ടപ്രകാരം. ഓക്കെ, സോ ദിസ് ഡിക്ലറേഷൻ ആക്ച്വലി പ്ലേസ്ഡ് ലൂയിസ് 16 in an uncomfortable position. സോ ഹി റിയലൈസ് ദാറ്റ് ദിസ് നാഷണൽ അസംബ്ലി എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നാഷണൽ അസംബ്ലി പവർഫുൾ ആയിക്കൊണ്ടു കഴിഞ്ഞാൽ എന്താണ് മീനിങ്, ഹി ഹാസ് ടു സറണ്ടർ ഹിസ് പവർ. പക്ഷേ തേർഡ് എസ്റ്റേറ്റ് എന്താണ് വലിയ റിബണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇയാൾക്കത് പറ്റുന്നില്ല, ലൂയിസ് 16 അത് പറ്റുന്നില്ല. സോ അൺഫോർച്ചുനേറ്റ്ലി ഹി ചോസ് ടു ലിസൺ ടു ജാക്വസ് നെക്കർ, ദ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആൻഡ് ഹിസ് ക്വീൻ മേരി ആന്റോയിനറ്റ്, ആൻഡ് ഡിസൈഡ് ടു ഒപ്പോസ് ദ നാഷണൽ അസംബ്ലി. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 20 years ഒക്കെ ഉള്ളൂ, 25 years, ഭയങ്കര യങ്ങറാണ് കിങ്. സോ ഹി കുഡിന്റ് ടേക്ക് ഡിസിഷൻസ് ആസ് ഹിസ് ഓൺ, ഇൻഡിപെൻഡന്റ് ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഹി ചോസ് ടു ലിസൺ ടു ദി ഫിനാൻസ് മിനിസ്റ്ററിനും അയാളുടെ വൈഫിനും പറയുന്ന ഡിസിഷൻസ് ആണ് ആരെടുത്തത്, ലൂയിസ് 16 എടുത്തത്. ആൻഡ് ഹി ഡിസൈഡഡ് ടു ഒപ്പോസ് ദി നാഷണൽ അസംബ്ലി ആൻഡ് ഹി ക്ലോസ് ദ ചേംബേഴ്സ് വെയർ ദി അസംബ്ലി വാസ് ടു കൺവീൻ. പക്ഷേ അസംബ്ലി ഇമ്മീഡിയറ്റ്ലി മൂവ് ടു ആൻ ടെന്നീസ് കോർട്ട്. അസംബ്ലിയിൽ മീറ്റിംഗ് നടത്താൻ വെച്ചിരുന്ന ആ ഒരു സ്ഥലമൊക്കെ ചേംബേഴ്സ് ഒക്കെ
ലൂയിസ് 16 ക്ലോസ് ചെയ്തെങ്കിലും അവർ മീറ്റിംഗ് വേറെ സ്ഥലത്ത് വെച്ച് നടത്തി, ടെന്നീസ് കോർട്ടിൽ വെച്ച് നടത്തി. ആൻഡ് ഡിസ്പൈറ്റ് ദ കൺഫ്യൂഷൻ ദ അസംബ്ലി ടുക്ക് ആൻ ഓത്ത് നോട്ട് ടു ഡിസ്ബാൻഡ് അൺടിൽ ദേ ഹാഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് വരെ പറയാൻ തുടങ്ങി. ആൻഡ് ദേ ഓപ്പൺലി ഡിഫൈഡ് ദ കിങ്. സോ that they would have a constitution വേണമെന്ന് പറഞ്ഞ് ഇവര് ബഹളം വെക്കാൻ തുടങ്ങി. ആൻഡ് 3 days later ലൂയിസ് എന്ത് ചെയ്തു? ഹി vetoed the legitimacy of the National Assembly and ordered the Estate General to return to their traditional system or he would dismiss them. നാഷണൽ അസംബ്ലി ഒക്കെ അവരുടെ ലെജിറ്റിമസി ഇയാൾ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. ആൻഡ് എന്ത് ചെയ്തു? എസ്റ്റേറ്റ് ജനറലിന്റെ ആ ഒരു പഴയ സിസ്റ്റത്തിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അത് അതായത് ക്ലർജി വേണ്ട, അങ്ങനെ ആർക്കും പവർ വേണ്ട എന്നുള്ള പഴയ സിസ്റ്റത്തിലോട്ട് പോവാന്ന് വിചാരിച്ചു. ബട്ട് വെൻ ഹി ലെഫ്റ്റ് ദ സെക്കൻഡ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് എസ്റ്റേറ്റ് ഫോളോഡ് ഹിം ഔട്ട്. The third estate remained and one of them shouted that the third estate would leave the assembly hall. അതായത് ഞങ്ങൾ വോക്കൌട്ട് നടത്തുന്ന തേർഡ് എസ്റ്റേറ്റുകാർ പറഞ്ഞു. And Lewis could not bring himself to use force against the estate because so many clergymen and liberal noblemen had also joined the third estate. ഇവര് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയ ലൂയിസിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഫോഴ്സ് ഉപയോഗിച്ച് ഇവരെ ഡിസ്ബാൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ഒരുപാട് ക്ലർജിമെന്നും നോബിൾ ആയിട്ടുള്ള ഒരുപാട് ആളുകളും നോബിൾ മെന്നും എല്ലാം ഈ ഒരു തേർഡ് എസ്റ്റേറ്റിൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞിരുന്നു സപ്പോർട്ടിംഗ് ആയിട്ട്. സോ കിങ്ങിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഇതായി. സോ ദേ ഡിഫൈഡ് ദ കിങ് ആൻഡ് ദേ വൺ ആൻഡ് ദസ് ദ റെവല്യൂഷൻ ഹാഡ് ബിഗൺ. അങ്ങനെ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, when the revolution started, Paris was the hotbed of revolution. Okay, there was this large population ഉണ്ടെന്ന് മിസ് നേരത്തെ പറഞ്ഞു. So they had to fight against almost anything. In every corner, people seemed to conspire and meet everywhere, and they talked of revolution. So hunger haunted the city, and there was bread shortages ഉണ്ടായിരുന്നു. Thieves often stole grains shipped into the city before it even arrived, and bread riots ഒക്കെ break out ചെയ്യാൻ തുടങ്ങി 1789. നിങ്ങൾ എനിക്ക് തോന്നുന്നു 9th സ്റ്റാൻഡേർഡ് ഉള്ള ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും CBSE സ്റ്റുഡൻസിന്. CBSE ആൻഡ് സ്റ്റേറ്റ് സിലബസിൽ 9th സ്റ്റാൻഡേർഡ് ഈ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സോ 1789 സമ്മർ ഒക്കെ ആയപ്പോഴത്തേക്കും ബ്രെഡ് റയറ്റ്സ് ഒക്കെ, അതായത് ഫുഡിന് വേണ്ടിയുള്ള റയറ്റ്സ് ഒക്കെ ബ്രോക്ക് ഔട്ട് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് തൗസൻഡ്സ് ഓഫ് വർക്കേഴ്സ് സാലറീസ് കുഡ് നോട്ട് പോസിബിളി കീപ് പേസ് വിത്ത് ദി സോറിംഗ് പ്രൈസസ്. വർക്കേഴ്സ് എന്ത് ചെയ്തു? They began wrecking factories and they began burning the properties. So at this point, സ്വിസ് സോൾജിയേഴ്സ് പാരീസിൽ വരാൻ തുടങ്ങി. പാരീസിൽ വന്നു. ആൻഡ് there was this rumors immediately spread that the aristocrats were going to try and stop the revolution by armed force. ആ സമയത്ത് സ്വിസ് ഗാർഡ്, അതായത് സ്വിസ് സോൾജിയേഴ്സ് സിറ്റിയിലോട്ട് മാർച്ച് ചെയ്തു. സോ ദർ വാസ് ദിസ് റൂമർ ദാറ്റ് അരിസ്റ്റോക്രാറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സ്വിസ് ഗാർഡ് ദേ വർ ട്രൈയിങ് ടു സ്റ്റോപ്പ് ദ റെവല്യൂഷൻ ബൈ ആംഡ് ഫോഴ്സ്. സോ ബട്ട് ദ റിയൽ ഫാക്ട് വാസ് ദാറ്റ് ലൂയിസ് സിംപ്ലി സ്റ്റേഷൻഡ് ദി സ്വിസ് ഗാർഡ് ബിക്കോസ് എന്തുകൊണ്ടാണ്? ഫ്രഞ്ച് ഗാർഡ് റെഫ്യൂസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദെയർ ഓൺ കൺട്രിമെൻ. അതുകൊണ്ട് സ്വിസ് ഗാർഡിന്റെ ഹെൽപ്പ് മാത്രം എടുത്തു. അവരെ ക്രഷ് ചെയ്യാൻ വേണ്ടി ആവണമെന്നല്ല, ജസ്റ്റ് ഒരു ഹെൽപ്പ് ചോദിച്ചു. ബിക്കോസ് ഫ്രഞ്ച് പീപ്പിൾ അല്ലെങ്കിൽ ഫ്രഞ്ച് സോൾജേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ഓൾറെഡി വിത്ത് ദി തേർഡ് എസ്റ്റേറ്റ് പീപ്പിൾ, ഈ റവല്യൂഷണറീസിന്റെ കൂടെയായി. അപ്പം കിങ്ങിന് വേറെ സോൾജേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഹി ആക്ച്വലി ആസ്ക് ദി സ്വിസ് ഗാർഡ് ടു ഗെറ്റ് സ്റ്റേഷൻഡ് ഇൻ ഹിസ് കൺട്രി. അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ആംഡ് ഫോഴ്സസ് വെച്ച് അവരെ അറ്റാക്ക് ചെയ്യാനൊന്നും അല്ലായിരുന്നു. 4 days ബിഫോർ ദി ബാസ്റ്റിൽ ഫെൽ, അതായത് ബാസ്റ്റിൽ പ്രിസൺ റയറ്റ് ചെയ്യുന്നതിന് മുന്നേ, ഡിസ്ട്രോയ് ചെയ്യുന്നതിന് 4 ദിവസം മുന്നേ ലൂയിസ് എന്ത് ചെയ്തു? ഈ ഒരു ക്യാബിനറ്റ് എല്ലാം ഡിസ്മിസ് ചെയ്തു. ആൻഡ് അപ്പോയിന്റഡ് എ ന്യൂ കൌൺസിൽ ഓഫ് ആന്റി റവല്യൂഷണറി റോയലിസ്റ്റ്, അതായത് കിങ്ങിനോട് ലോയലായിട്ടുള്ള കുറച്ച് റോയലിസ്റ്റുകളെ ഒരു ന്യൂ കൌൺസിൽ അപ്പോയിന്റ് ചെയ്തു. ഒരു പുതിയ ക്യാബിനറ്റ് കൊണ്ടുവന്നു. ആൻഡ് റൂമേഴ്സ് അറോസ് ദാറ്റ് ദ സ്വിസ് ഗാർഡ് ആൻഡ് ദി ജർമ്മൻ ഗാർഡ് വർ പ്രിപ്പയറിംഗ് ടു മർഡർ ദി പാരീഷ്യൻ പോപ്പുലസ്. അതായത് ഈ റവല്യൂഷണറീസെ കൊല്ലാൻ വേണ്ടി ഒരുപാട് റൂമേഴ്സ് ആണ്. യു നോ ദാറ്റ് റൈറ്റ്? വോർ ഒക്കെ നടക്കുമ്പോൾ, റവല്യൂഷൻ ആൻഡ് റൈറ്റ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് there will be so many rumors and that might not be true. Okay, so there was this rumor that both the Swiss guard and the French guard, they were helping hands. They were like shaking hands with each other to go against the revolutionaries. അങ്ങനെ റൂമർ കേട്ടു. സോ ഫ്രഞ്ച് ഗാർഡ് പോലും ഈ ഒരു റൂമർ വിശ്വസിച്ചില്ല. They just joined the revolutionary people and they broke into the palace, taking the gunpowder, ornamental guns and a cannon. Okay. സോ റൈറ്റിംഗും ലൂട്ടിങ്ങും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. സ്മോൾ ഷോപ്സും ഗവൺമെന്റ് ബിൽഡിംഗ്സും എല്ലാം ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ മോബ് ഓഫ് സിറ്റിസൺസ്. ഓക്കെ, സോ ഓൺ July 14 മോബ് ഓഫ് സിറ്റിസൺസ് സേസ് 30,000 മസ്കറ്റ് ഫ്രം ദി ബാസ്റ്റിൽ പ്രിസൺ ഒക്കെ അറ്റാക്ക് ചെയ്തത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഗൺ പൗഡറിന് വേണ്ടിയാണ്. ബിക്കോസ് ദ ഫ്രഞ്ച് ഗവൺമെന്റ് കെപ്റ്റ് ദി റോയൽ സ്റ്റോർ ഓഫ് ഗൺ പൗഡർ ഇൻ ദി ബാസ്റ്റിൽ പ്രിസൺ.
സോ ആ സമയത്ത് ഗൺ പൗഡർ എടുക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ബാസ്റ്റൽ പ്രിസൺ ബ്രേക്ക് ചെയ്തത്. പക്ഷേ എന്താണ് ഒരു കുറെ ഫ്യൂ പ്രിസണേഴ്സിനെ ആര് റിലീസ് ചെയ്തു, ഈ ഗവർണറിനെ അതായത് ഹങ് ചെയ്തിട്ട് കുറെ ഗാർഡ്സിനെയും കൊന്നിട്ട് കുറച്ച് ഫ്യൂ പ്രിസണേഴ്സിനെ ആര് റിലീസ് ചെയ്തു, റവല്യൂഷണറീസ് റിലീസ് ചെയ്തു. ഓക്കെ, but strangely enough, the people, the mob അല്ലെങ്കിൽ revolutionary people, they had some sort of sympathy towards Louis because they knew that Louis was not taking the independent decisions. It was actually imposed on him by his cabinet of ministers. So, but they had lost all the respect for him as a king, but some sort of affection was there for him in the minds of the people. So, in fact, common people didn't fear Louis as much, സോ എന്താണ് റെവല്യൂഷൻ തകർക്കാൻ വേണ്ടി, ക്വാഷ് ചെയ്യാൻ വേണ്ടി ഒരുപാട് റൂമേഴ്സ് ഒക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള റൂമേഴ്സ് ഒക്കെ ഒരുപാട് വരാൻ തുടങ്ങി. സോ ദേ ബിഗാൻ ലൂട്ടിംഗ് ദി ഷാറ്റോസ് ത്രൂ ഔട്ട് ദി കൺട്രി സൈഡ്. ഓക്കെ, ദേ സ്ലോട്ടേഡ് ലാൻഡ് ലോഡ്സ് ബിക്കോസ് ദേ വെർ ലാൻഡ് ലോഡ്സ്. അതുകൊണ്ട് ലാൻഡ് ലോഡ്സ് ആണെന്നുള്ളൊരു പൊസിഷൻ വഹിക്കുന്നത് കൊണ്ട് മാത്രം ലാൻഡ് ലോഡ്സിനെ കൊന്നു ആളുകൾ. ഐ മീൻ ദീസ് റെവല്യൂഷണറീസ് ആൻഡ് ദി അരിസ്റ്റോക്രാറ്റ്സ് വെർ ഫോഴ്സ്ഡ് ടു ലീവ് ഫ്രാൻസ് ആൻഡ് ദി കൺട്രി വാസ് നോ ലോnger സേഫ് ഫോർ പിന്നെ അരിസ്റ്റോക്രാറ്റ് പീപ്പിൾ അല്ലെങ്കിൽ റിച്ച് പീപ്പിൾ, ബട്ട് ഓൺലി ഫോർ എ റാഗഡ് റെവല്യൂഷണറി. ഓക്കെ, സോ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു അവസ്ഥയായി മാറി ഇവിടെ നമ്മുടെ ഫ്രാൻസിൽ. ആൻഡ് ഓൺ August 4 the National Assembly passed a measure invalidating all the feudal rights of the aristocracy. എല്ലാ റൈറ്റ്സും അരിസ്റ്റോക്രസിയുടെ ഉള്ള ഫ്യൂഡൽ റൈറ്റ്സ്, അതായത് പ്രോപ്പർട്ടി റൈറ്റ്സ് എല്ലാം ഇൻവാലിഡേറ്റ് ചെയ്തു ഒരു നാഷണൽ അസംബ്ലി കൂടി. ദെൻ അസംബ്ലി ഡിസൈഡഡ് ടു ഡിവൈഡ് ഫ്രാൻസ് ഇൻടു 83 ഡിപ്പാർട്ട്മെന്റ്സ്. ഈ 83 ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ടിയും കൺസിഡറബിൾ ഫ്രീഡം കൊടുത്തു. ദേ ഹാഡ് പാസ്ഡ് എ ലോ, അങ്ങനെ കുറെ ലോസ് ഒക്കെ ഇവർ പാസ് ചെയ്തു. ഓക്കെ, ദ ന്യൂ ലോ സ്റ്റേറ്റഡ് ദാറ്റ് എനിവൺ കുഡ് വോട്ട് ഇഫ് ദേ ഹാഡ് പെയ്ഡ് ദെയർ ടാക്സസ്. വീണ്ടും ലോസ് ഒക്കെ കൊണ്ടുവന്നു നാഷണൽ അസംബ്ലി. നാഷണൽ അസംബ്ലി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സസ് പേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ബട്ട് അഗെയിൻ ദ പെസൻസ് ഫെൽറ്റ് ബിട്രേഡ്. ദേ ഹാഡ് നോ മണി ടു പേ ദ ടാക്സസ്. സോ ദ അരിസ്റ്റോക്രസി, because the aristocracy had already taxed them to death. No, the revolution was doing nothing for them. Revolution ഉണ്ടായിട്ടും പിന്നെ ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നത് കണ്ടപ്പോൾ എന്ത് പറ്റി? The National Assembly was suspended. It suspended Louis from power, and because he was forced to sign a new constitution, and he should accept his role only as a constitutional monarch. Constitution protect ചെയ്യുന്ന ഒരു monarch എന്നുള്ള രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് പറഞ്ഞ് സൈൻ ചെയ്യിപ്പിക്കാൻ ആരെ പ്രേരിപ്പിച്ചു? ലൂയിസ് 16 പ്രേരിപ്പിച്ചു ആളുകളെല്ലാം കൂടി. And okay, and they also demanded his removal. In addition, and they also called for a republic country വേണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അതായത് വോട്ട് ചെയ്ത് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു റൂളറിനെ തെരഞ്ഞെടുത്തോളാം, അങ്ങനെ ഒരു റിപ്പബ്ലിക് വേണമെന്ന് പറഞ്ഞു ബഹളമായി. ആൻഡ് ദ ന്യൂ ഗവൺമെന്റ് ബിഗാൻ ഇഷ്യൂയിങ് പേപ്പർ മണി കൊടുക്കാൻ തുടങ്ങി. പിന്നെന്താണ്, എക്സൈൽഡ് നോബിൾസ്, അതായത് നോബിൾസ് പോയവരെല്ലാം എന്ത് ചെയ്തു? ഫ്ലഡഡ് ഫ്രാൻസ് വിത്ത് ഫോറേജ്ഡ് പേപ്പർ മണി. അങ്ങനെ എന്ത് പറ്റി? ഈ ഡീഫ്ലേഷൻ ഒക്കെ സംഭവിക്കാൻ തുടങ്ങി. ഫുഡ് പ്രൈസസ് ബട്ട് കണ്ടിന്യൂ ടു റൈസ്. ആൻഡ് എന്ത് പറ്റി? പെസൻസ് വീണ്ടും ഹങ്കറിലോട്ടായി മാറി. എന്ന് വെച്ചാൽ റവല്യൂഷനിലൂടെയും ഒന്നും ഹാപ്പൻ ചെയ്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ മോബ്സ് ദേ ബിഗാൻ റെയ്ഡിങ് ആൻഡ് റോബിംഗ് സപ്ലൈസ്. ഫുഡ് റൈറ്റ്സ് പിന്നെയും വരാൻ തുടങ്ങി. ഇവൻച്വലി ദ നാഷണൽ അസംബ്ലി എന്ത് ചെയ്തു? deposed Louis and put him under family arrest and sent him to prison. On August 13, 1792, the assembly guillotined Louis on 1793. Assembly എന്ന് പറയുമ്പോൾ മറ്റേ തേർഡ് എസ്റ്റേറ്റ് പീപ്പിളിന്റെ ആ ഒരു ഗ്രൂപ്പ്. ഓഗസ്റ്റില് ദ അസംബ്ലി സെന്റ് ദ ക്വീൻ ടു പ്രിസൺ ആൻഡ് ലേറ്റർ ഷീ വാസ് ഓൾസോ മർഡേർഡ് ഇൻ 1793. ഗില്ലറ്റിൻ ചെയ്തു കൊന്നു. ആൻഡ് റെവല്യൂഷൻ പിന്നെ റോബസ്പിയർ എന്ന് പറഞ്ഞ ഒരു ആള്, മാക്സിമീലിയൻ റോബസ്പിയർ എന്ന് പറയുന്നത് ഈസ് എ ആർക്കിടെക്ട് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ. സോ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹമാണ് ഇപ്പൊ അദ്ദേഹം പിന്നീട് ഫ്രഞ്ച് റവല്യൂഷന്റെ ആ ഒരു നേതൃത്വ ലീഡറായിട്ട് മാറി. സോ ഇദ്ദേഹം ഹി ടുക്ക് ദി കൺട്രോൾ ഓഫ് റവല്യൂഷൻ ആൻഡ് ദസ് ദ റെയിൻ ഓഫ് ടെറർ ബിഗാൻ. ഈ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്, ഇമ്പോർട്ടന്റ് ടേം ആണ്. സോ ഹി ആക്ച്വലി ചാമ്പ്യൻഡ് പീപ്പിൾസ് റൈറ്റ്സ്, ബട്ട് ഹി കുഡന്റ് അണ്ടർസ്റ്റാൻഡ് വൈ ദി മാസസ് gave importance to food and better wages rather than to free France. Okay, so അദ്ദേഹം ഇങ്ങനെ he was like a tyrant, അല്ലെങ്കിൽ he became a dictator കണക്കായി മാറി. ആൻഡ് he saw conspirators everywhere. അതായത് പിന്നീട് ഇദ്ദേഹത്തിന് എല്ലാവരെയും സംശയമായി, ഇദ്ദേഹത്തെ ട്രൈറ്റേഴ്സ് ഉണ്ടോ, പ്ലോട്ടേഴ്സ് ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? മാസമായിട്ട് ആളുകളെയൊക്കെ കൊല്ലാൻ തുടങ്ങി. ഓക്കെ,
അങ്ങനെ റെയിൻ ഓഫ് ടെറർ, ആ ഒരു പീരീഡിനെയാണ് റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. അതായത് വെൻ മാക്സിമിലിയൻ റോബസ്പിയർ ടുക്ക് ചാർജ് ഓഫ് ടു കൺട്രോൾ ഓഫ് ദി റെവല്യൂഷൻ, ഹി സ്റ്റാർട്ടഡ് കില്ലിംഗ് ദി പ്ലോട്ടേഴ്സ് ആൻഡ് കോൺസ്പയറേഴ്സ് ഇൻ ഡൗട്ട്. ആൻഡ് അങ്ങനത്തെ ആ ഒരു ടൈമിനെയാണ് റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. റെയിൻ മീൻസ് റൂൾ ഓഫ് ടെറർ. ഓക്കെ, സോ ആസ് എ റിസൾട്ട് ന്യൂ ഗവൺമെന്റ് എന്താണ്, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഗവൺമെന്റ് എന്താണ്, കുറെ റൂൾസും റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. പിന്നെ കോർട്ട് ലോയ്ക്കൊക്കെ ഒരുപാട് ഇതൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ഈ ലോ സസ്പെക്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ റൂൾസ് കൊണ്ടുവരാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് അക്യൂസ്, അതായത് ഒരുപാട് ആളുകളെ ഒരുപാട് ആളുകളെ എന്ത് ചെയ്തു, പ്രീസ്റ്റിനെയും സ്വിൻഡ്ലേഴ്സിനെയും അരിസ്റ്റോക്രാറ്റ്സിനെയും ഇന്നസെന്റ് മെൻ ആൻഡ് വിമനെയും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, കൊല്ലാൻ തുടങ്ങി. അതായത് ആളുകളെല്ലാം ട്രേറ്റേഴ്സ് ആണ് എന്നുള്ളൊരു ഇത് വന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു മാക്സിമിലിയൻ റോബസ്പിയറിന്റെ കീഴിലുള്ള റൂൾ എന്ന് പറയുന്നത് വളരെയധികം ബ്ലഡ് ഷെഡ് ആയിട്ടുള്ള റൂള്, ഭയങ്കര ബ്ലഡ് ഷെഡ് നിറഞ്ഞ റൂളായിരുന്നു. ആൻഡ് ഹി ബിഗാൻ കില്ലിംഗ്, അതായത് ഹിസ് ലോസ് എന്ന് പറയുന്ന പുതിയ ലോസ് എന്ന് പറയുന്ന ഹിസ് പോളിസീസ് ബിഗാൻ കില്ലിംഗ് പീപ്പിൾ. ഓക്കെ, സോ നിയർലി 25,000 പീപ്പിൾ വെർ കിൽഡ് അണ്ടർ ഹിസ് റൂൾ. ആൻഡ് ദേ ക്ലോസ്ഡ് ഓൾ ദ ചർച്ചസ് ഇൻ പാരീസ് ആൻഡ് ഈവൻ എന്താണ് കത്തീഡ്രൽസും പാരീസിന്റെ ചർച്ചെല്ലാം ക്ലോസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ റോബസ്പിയർ പക്ഷെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവാൻ തുടങ്ങി ഈ ഒരു കാര്യം കൊണ്ട്. ആൻഡ് സോ എന്ത് പറ്റി, ഇങ്ങനെ ഒരു ടയറന്റ് ആയിട്ടുള്ള റൂളാണോ റെവല്യൂഷണറീസ് വേണ്ടിയിരുന്നത്? അല്ല. സോ അവരെന്ത് ചെയ്തു, ദേ ഡിസപ്രൂവ്ഡ് ഓഫ് റോബസ്പിയേഴ്സ് റൂൾ. ദേ പ്ലോട്ടഡ് റോബസ്പിയേഴ്സ് ഡൗൺഫോൾ ആൻഡ് ഇവൻച്വലി അക്യൂസ്ഡ് ഹിം. എന്നിട്ട് എന്ത് ചെയ്തു, ആൻഡ് ദേ സെന്റ് ഹിം ടു ഗില്ലറ്റിൻ. ഓക്കെ, സോ ആഫ്റ്റർ റോബസ്പിയേഴ്സ് ഡെത്ത് ഫ്രാൻസ് എന്ത് ചെയ്തു, ഒരു ക്വൈറ്റ് പീരീഡിലോട്ട് പോയി. പിന്നീട് ഒരു ന്യൂ ഗവൺമെന്റ് വന്നു. ബട്ട് ഇറ്റ് വാസ് ഇൻഎഫിഷ്യന്റ് ആൻഡ് കറപ്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് പിന്നെ ഒരു എന്താ പറയുക, ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള റൂൾ ആയിരുന്നു ആഫ്റ്റർ ദി ഫോൾ ഓഫ് റോബസ്പിയർ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി പിന്നെ നെപ്പോളിയൻ ബോണപ്പാർട്ട് വന്നു ഇൻ ചാർജ് ഓഫ് ദി ആർമി. അങ്ങനെ ഒരു പുതിയ ന്യൂ ഗവൺമെന്റ് വന്നു. ഓക്കെ, സോ ഇറ്റ് റീപ്ലേസ് ദ കൺട്രീസ് ടെററിസ്റ്റ്. Soon he became the dictator ആയിട്ട് മാറി. So this is actually the background of the real incident of French Revolution. So ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചിട്ട് വേണം നിങ്ങൾ നോവൽസ് എന്ത് ചെയ്യാൻ വായിക്കാൻ. Okay. So next is the character analysis of the novel Tale of Two Cities. First character എന്ന് പറയുന്നത് ഡോക്ടർ അലക്സാണ്ടർ മാനറ്റ് ആണ്. The doctor's release from the Bastille begins the novel. And എന്താണ് his imprisonment and his character അല്ലെങ്കിൽ his personality actually creates tension throughout the book. പിന്നെന്താണ്, he is one of the few complex characters and he is throughout the course of the novel he is seen as an aspiring doctor, a prisoner who craves revenge and who descends into madness, and then he fights to regain his family, his mind and his profession. Okay, so his life after prison is a continual struggle aanu. The love for his daughter helps him to overcome the darkness in his life. You know that. And then he welcomes his son-in-law and then endana pinnidi ideham he regains his strength and his confidence. Through the doctor, Dickens actually makes a statement like എന്താണ് ഫോർഗീവ്നെസ്സിനെ കുറിച്ചും റിവെഞ്ചിനെ കുറിച്ചും ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഡിക്കൻസ് ഡോക്ടറിന്റെ ക്യാരക്ടറിലൂടെ കൊടുക്കുന്നത്. ബിക്കോസ് ഡോക്ടർ വാസ് ഏബിൾ ടു ഫോർഗീവ് ഹിംസെൽഫ്, അല്ലെങ്കിൽ എബിലിറ്റി ടു ഫോർഗീവ് ബ്രിങ്സ് ഹിം ഹാപ്പിനെസ് ഇൻ ഹിസ് ഡോട്ടേഴ്സ് മാരേജ് ആൻഡ് ചിൽഡ്രൻ, റൈറ്റ്? ബിക്കോസ് എവർമൺ ഫാമിലിയോട് ഡോക്ടറിനും റിവെഞ്ച് ഉണ്ട്. ഡോക്ടറിനെ ഇംപ്രിസൺമെന്റിലോട്ട് തള്ളി വിട്ടത് ആരാണ്? എവർമൺ ഫാമിലിയാണ്. ബട്ട് ചാൾസ് ഡാർനെ being the inheritor of the Everman family's estate അല്ലെങ്കിൽ wealth, but എന്താണ് ഡോക്ടറിന് അദ്ദേഹത്തിന്റെ അടുത്ത് റിവെഞ്ച് ഒന്നും എടുക്കുന്നില്ല. But he instead of that he forgives him, and then it results in the happiness in his daughter's marriage and children, അല്ലേ? So in his past he demanded for revenge to destroy the family of Evermans, but later എന്ത് പറ്റി? ചാൾസ് ഡാർനെ ഇദ്ദേഹം തന്നെയാണ് സേവ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്, അല്ലെ? കോർട്ടിൽ പോയി വിറ്റ്നസ് ഒക്കെ ചെയ്ത് ചാൾസ് ഡാർനെ ഇദ്ദേഹം സേവ് ചെയ്യുന്നുണ്ട്. ഹിസ് റിവെഞ്ച് ആക്ച്വലി ലീഡ്സ് എ ഡോക്ടർ ടു എ സ്റ്റേറ്റ് ഓഫ് ഡിമെൻഷ്യ അല്ലെങ്കിൽ ഫോർഗീവ്നെസ്. ആൻഡ് ലേറ്റർ ഇമോഷണൽ ഹാപ്പിനെസ് വന്നപ്പോൾ അദ്ദേഹം നല്ലൊരു ലൈഫ് ലീഡ് ചെയ്തു. ഒരു കോൺട്രാസ്റ്റിംഗ് ആസ്പെക്ട്സ് ഓഫ് ഡോക്ടർ മാനറ്റ്സിന്റെ ക്യാരക്ടറാണ് ഇവിടെ പറയുന്നത്. അതായത് റിവെഞ്ചും പിന്നെ പവർ ഓഫ് റിവെഞ്ചും പവർ ഓഫ് ഫോർഗീവ്നെസ്സുമാണ് ഇതിലൂടെ ചാൾസ് ഡിക്കൻസ് കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ലൂസി മാനറ്റ് അല്ലെങ്കിൽ ലൂസി ഡാർനെ. ലൂസി ഡാർനെ എന്ന് പറയുന്നത് എന്താണ്? ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ ഫിസിക്കലി ആൻഡ് ആസ് വെൽ ആസ് സ്പിരിച്വലി. ഷീ പൊസസസ് ഷീ ഹാസ് ദിസ് ബെസ്റ്റ് ക്വാളിറ്റീസ്. പിന്നെന്താണ്? വൺ ഓഫ് ദി ലെസർ ഡെവലപ്ഡ് ക്യാരക്ടേഴ്സ് ഇൻ ദ നോവലാണ്. ബട്ട് ഷീ ഈസ് എ ഗോൾഡൻ ത്രെഡ് ദാറ്റ് ബൈൻഡ്സ് ദി ക്യാരക്ടേഴ്സ് ലൈവ്സ് ടുഗെദർ, അല്ലേ?
ആൻഡ് അവരുടെ ആക്ഷൻസ് എന്നും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്താണ്, tends to be melodramatic and full of sentimentality ആണ്. And as a compassionate, virtuous woman ആയിട്ടാണ്, who is lovable ആണ്, loyal to other characters, because ഡാർണി, കാർട്ടൺ, സ്ട്രൈവർ ഇവരെല്ലാവരും ലൂസിയെ വൈഫായിട്ട് വേണം എന്ന് ആഗ്രഹിച്ചവരാണ് അല്ലേ. ആൻഡ് എന്താണ്, അഡീഷണലി ഓൾസോ മിസ്റ്റർ ജാർവിസ് ലോറിയും അതുപോലെ തന്നെ ജാർവിസ് ലോറിയുടെ വൈഫും മിസ് റോസും ഇവരൊക്കെ എന്ന് പറയുന്നത് വിത്തൌട്ട് ഫാമിലീസ് ആണ്. ലൈക്ക് ദേ ലവ് ലൂസി ആസ് ഇഫ് ഷീ വെയർ ദെയർ ഡോട്ടർ and they did everything they can to keep her safe. Okay, Lucy is a flat character ആണ്, but she is an important one. Like flat character എന്ന് വെച്ചാൽ വലിയ ഡെവലപ്മെന്റ്സ് ഒന്നും ഇല്ല. Okay, she represents unconditional love and compassion, and Dickens uses her to demonstrate how powerful these qualities can be even in the midst of violence and hatred. അതാണ് ലൂസിയുടെ റോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ചാൾസ് ഡാർണി. ചാൾസ് ഡാർണി എന്ന് പറയുന്നത് എന്താണ്, ഹി റിജക്ട്സ് ദി എവർമൺ ഫാമിലി നെയിം ആൻഡ് ഈവൻ ദോ ഹി ഇൻഹെറിറ്റ്സ് ദി മാസ് വെൽത്ത്. He moves to England as a French tutor, but he cannot escape his family history, right? So he tries to make amendments to the because of the cruelties his family has done to other people. And he is also arrested for treason in England because he tried to save the steward from his family, alle? And he is arrested in France where he is tried twice. പിന്നെന്താണ്, ഈ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അദ്ദേഹത്തിന്, ഒരു പാസീവ് ക്യാരക്ടറാണ്. ദെൻ എന്താണ്, പിന്നെന്താണ്, ഈസ് ബീങ് ലവ്ഡ് ബൈ ലൂസി. ഡാർണെ ഹി റെപ്രസെന്റ് ജസ്റ്റിസ് ആൻഡ് ഡ്യൂട്ടി ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് ദ ക്വാളിറ്റീസ് ഈ ഹിംസെൽഫ് ഇൻഹെറിറ്റഡ് ഫ്രം ഹിസ് മദർ. ഓക്കെ, പിന്നെ ഈവൻ ദോ ദേ ആർ മെമ്പേഴ്സ് ഓഫ് ദി ഫ്രഞ്ച് അരിസ്റ്റോക്രസി, they were aware of the damage their families were inflicting. So but they couldn't do anything to prevent it. പക്ഷേ later എന്ത് ചെയ്തു, ഡാർണെ was willing to മറ്റേ അദ്ദേഹത്തിന്റെ ഫാമിലി പ്രോപ്പർട്ടീസും എല്ലാം റിനൗൺസ് ചെയ്തു. ഓക്കെ, ഒരു എന്താ പോലെ ഒരു അയാളുടെ ഫാമിലി ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് ക്രൂവലായിട്ട് പെരുമാറി ഡാമേജ് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുടെ ലൈഫ്സ്. ബട്ട് അതിനെല്ലാം ഒരു പകരമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, അവരുടെ ഫാമിലി നെയിം തന്നെ ഇദ്ദേഹം റിനൗൺസ് ചെയ്തു. ഓക്കെ, so this character actually shows that eventually something good can come out of evil, even though he belongs to an evil family, but something good can come out of evil. ആ ഒരു പോയിന്റ് ആണ് ഡിക്കൻസ് ഇതിലൂടെ കാണിക്കുന്നത്. ഓക്കെ, then another character is Sidney Carton, another important character. Sidney Carton എന്ന് പറയുന്നത് എന്താണ്, he has wasted his life on alcohol, and but he is obviously intelligent ആണ് അല്ലേ. Then because he is a very good assistant for the attorney Stryver, and he makes പിന്നെ എന്താണ്, and he at last ആരെ സേവ് ചെയ്യുന്നുണ്ട്, for the in order to save അല്ലെങ്കിൽ because of his love for Lucy, he saves her family. His love for her is so strong that he gave his life instead of her husband's life, അല്ലേ. So Carton എന്ന് പറയുന്നത് sacrificed himself ആണ് to save his friends അല്ലെങ്കിൽ to save his lover's life അല്ലെങ്കിൽ lover's family. So he represents as a kind of sacrificial hero who is brutally slaughtered. But അദ്ദേഹത്തിന്റെ വില്ലോട് കൂടിയാണ് അദ്ദേഹം പോകുന്നത്, ഗില്ലറ്റിൻ ചെയ്ത് മരിക്കുന്നത്. സോ അതാണ് ഒരു ഇത്. ത്രൂ ഹിസ് ഡെത്ത് എന്താണ് അദ്ദേഹം കാണിക്കുന്നത്, ഹി ആക്ച്വലി റിഡീംസ് ഹിസ് സിൻ ആൻഡ് ഹി ഈസ് സംവാട്ട് ലൈക്ക് എ റീബോൺ ഇൻ ദി ആഫ്റ്റർ ലൈഫ്. ആൻഡ് ആ ഒരു കാര്യമാണ് പറയുന്നത്, അതായത് അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ പാവങ്ങളെല്ലാം അദ്ദേഹം റിഡീം ചെയ്യുവാണ് ത്രൂ ഹിസ് സാക്രിഫൈസ്. അതാണ് ഇതിനകത്ത് പറയുന്നത്. ദെൻ അനദർ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഇസ് ദി വെഞ്ച്ഫുൾ വുമൺ, തെരേസ ഡിഫാർജ് അല്ലെങ്കിൽ മാഡം ഡിഫാർജ്. ഷീ ഈസ് ചൈൽഡ്ലെസ് ആണ്, ഷീ ഈസ് മേഴ്സിലെസ് ആണ്, ഷീ ഈസ് എ വെരി വെഞ്ച്ഫുൾ വുമൺ ആണ്. ഷീ ഈസ് ആക്ച്വലി ആൻ ആന്റി തീസിസ് ഓഫ് ലൂസി മാനറ്റ്. ഓക്കെ, ലൂസി മാനറ്റിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ക്യാരക്ടർ ആണ് തെരേസ ഡിഫാർജ് അല്ലെങ്കിൽ മാഡം ഡിഫാർജ്. മാഡം ഡിഫാർജ് എന്ന് പറയുന്നത് വെൻ ലൂസി ക്രിയേറ്റ്സ് എ നർച്ചേഴ്സ് ലൈഫ്, മാഡം ഡിഫാർജ് ഡിസ്ട്രോയ്സ് ഇറ്റ്. ഓക്കെ, ബിക്കോസ് ഹർ എൻറ്റയർ ഫാമിലി വാസ് ഡിസ്ട്രോയ്ഡ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ബൈ ദി Everman family. This Madam Defarge, she wants revenge, not merely on the family itself, but that on the entire class itself, അല്ലെങ്കിൽ entire class of aristocracy എതിരെയാണ് ഇവര് ഫൈറ്റ് ചെയ്തത്. സോ ഒരു ത്രെറ്റനിങ് ഫിഗർ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. ദെൻ ഷീ ഈസ് ലൈക്ക് ദ ലീഡർ ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ, സംവാട്ട് ലൈക്ക് എ നാച്ചുറൽ ഫോഴ്സ്, അല്ലേ, അതുപോലെയാണ്. ദെൻ എന്താണ്, ഡാർണിയുടെ അറസ്റ്റ് ഒക്കെ ഇവരുടെ റീഅറസ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു സീക്രട്ട് പ്ലാൻ ആയിരുന്നു. പിന്നെ ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, എന്താണ്,
she is so throughout the novel she is employed in അല്ലെങ്കിൽ she is engaged in a knitting practice. knitting ആ ഒരു knitting എന്ന് പറയുന്നത് എന്താണ്, ഇവരുടെ എനിമീസിന്റെ പേര് ഇവർ knit ചെയ്ത് ഇങ്ങനെ ചെയ്യുവാണ്, ഓക്കെ, തുന്നി ചേർക്കുവാണ്. സോ ഈ knitting എന്ന് പറയുന്നത് ഇറ്റ് റിപ്രസെന്റ്സ് ബോത്ത് ഹർ പേഷ്യൻസ് ആൻഡ് ഓൾസോ ഹർ urge to retaliate because she knits the names of her victims of her enemies, of her intended victims. So symbolically Madame Defarge actually stands for the intensity and bloodthirst behind the revolution. അവരുടെ വെഞ്ചൻസ് ആണ് ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ ശരിക്കും പറഞ്ഞ ഇത്രയും ആളി കത്തിക്കാൻ സഹായിച്ചത്. ആൻഡ് ഷീ ബട്ട് ഇറ്റ് ഇവൻച്വലി ഡിസ്ട്രോയ്സ് ദ വെഞ്ചൻസ് ഇവൻച്വലി ഡിസ്ട്രോയ്സ് ഹർ ബിക്കോസ് ഷീ ഈസ് അൺഎബിൾ ടു കോംപ്രിഹെൻഡ് ദി powerful love that Sidney Carton has sacrificed himself for the life of his family, for his lover's family and friends. So അതുകൊണ്ട് നമുക്ക് ഈ ഒരു മാഡം ഡിഫാർജിന്റെ വെഞ്ചിയൻസ് കംപ്ലീറ്റ് ആയി നമുക്ക് പറയാൻ സാധിക്കില്ല ബിക്കോസ് ഷീ ഈസ് അൺഎബിൾ ടു പ്രോസസ് ദി സാക്രിഫൈസ് മെയ്ഡ് ബൈ സിഡ്നി കാർട്ടൺ. ഓക്കെ, then another one is Ernest Defarge, that is the husband of Miss Theresa Defarge അല്ലെങ്കിൽ മാഡം ഡിഫാർജെ. This Defarge was Dr. Alexander Manettiന്റെ servant ആയിരുന്നു as a young man. So ഇദ്ദേഹത്തിനെ സെർവ് ചെയ്യുന്നതായിരുന്നു. I mean after the imprisonment, after 18 years of imprisonment, this Ernest Defarge took care of Dr. Manet. പിന്നെന്താണ്, but we can see that he didn't try to help him, right? നമുക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡോക്ടർ അലക്സാണ്ടർ മാനറ്റിനെ ഇവർ ഒരിക്കലും ഡിമെൻഷനിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടില്ല. ആര്, നമ്മുടെ ഏണസ്റ്റ് ഡിഫാർജെ. ഹി വാസ് എക്സ്പ്ലോയിറ്റിംഗ് ഹിസ് ഇൻസാനിറ്റി. അതായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ആൻഡ് ഓൾസോ ഹി വാസ് ഓൾസോ റെവല്യൂഷണറി ലീഡർ ആണ്. ആൻഡ് ഹി എന്താണ് ബാസ്റ്റിൽ പ്രിസണൊക്കെ സ്റ്റോം ചെയ്യാൻ ഇദ്ദേഹമായിരുന്നു ഓർഗനൈസ് ചെയ്തിരുന്നത്. പിന്നെന്താണ്, ആൻഡ് ഓൾസോ ഭാര്യയുടെ കൂടെ നിന്ന് ഹി വാസ് ഓൾസോ ബ്ലഡ് തേഴ്സ്റ്റി ആയിരുന്നു. ഡോക്ടർ മാനറ്റ്, ഐ മീൻ ചാൾസ് ഡാർനെയൊക്കെ എന്താണ് സീക്രറ്റ് ആയിട്ട് ട്രയൽ നടത്താനും അറസ്റ്റ് ചെയ്യാനും ഒക്കെ ഇയാളും ഇയാളുടെ വൈഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ബട്ട് ഹിസ് വൈഫ് ആക്ച്വലി കൺസിഡർ ഹിം ആസ് വീക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു റാഷണലി റവല്യൂഷനെ എങ്ങനെയാണോ റിപ്രസെന്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഡിഫാർജ് എന്നുള്ള ക്യാരക്ടർ വരുന്നത്. ഓക്കെ, ദെൻ he is not blinded by the class hatred as his wife, and he retains his conscience somewhere in the novel, and he also has this empathizing character ആണ്, empathizing ability ഉണ്ട് ഇദ്ദേഹത്തിന്. പക്ഷെ മാഡം ഡിഫാർജ് എന്ന് പറയുന്ന എനിമീസ് ആയിട്ട് കാണുന്നവരെല്ലാം ഇയാള് എല്ലാരെയും കൊല്ലണം എന്നൊന്നും പറഞ്ഞ് നിൽക്കുന്നില്ല. ഓക്കെ, ബട്ട് അദ്ദേഹം എന്താണ് ഈ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് കൺട്രോൾ ആയി മാറുകയാണ്. പിന്നെ എന്താണ് ഈ ഒരു പാരനോവ അല്ലെങ്കിൽ വയലൻസ് എന്ന് പറയുന്നത് പിന്നീട് ഔട്ട് ഓഫ് കൺട്രോൾ ആയി മാറുന്നത് ആര് കാണുന്നുണ്ട്, ഏണസ്റ്റ് ഡിഫാർജെ കാണുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് യു ഷുഡ് നോ. ദെൻ എന്താണ് ഇതിനകത്തുള്ള മെയിൻ കോഡ്സ് ഒക്കെ എന്ന് പറയുന്നത് നിങ്ങൾ നല്ലപോലെ നോക്കണം. ഇറ്റ് വാസ് എ ബെസ്റ്റ് ഓഫ് ടൈംസ്, ഇറ്റ് വാസ് എ വേസ്റ്റ് ഓഫ് ടൈംസ് ഒക്കെ എന്ന് പറയുന്നത് ആ ഒരു കാര്യമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൂട്ടാണ് അതിന്റെ ഓപ്പണിംഗ് ലൈൻ എന്ന് പറയുന്നത്. നൗ അഗെയിൻ ദ വിമൻ ആസ് ദ സെൻട്രൽ ക്യാരക്ടേഴ്സ് ഇൻ ദ നോവൽ. വിമൺ എന്ന് പറയുമ്പോൾ ലൂസി മാനറ്റും അതുപോലെ തന്നെ മാഡം ഡിഫാർജും ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വിമൺ ക്യാരക്ടേഴ്സ്. Dickens uses women throughout the book to represent the moral climate of a group or a family. So he hasn't developed his female characters completely. പക്ഷേ വിമൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമോഷണൽ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുവാണ് മെൻ ക്യാരക്ടേഴ്സിന്. അങ്ങനെയാണ് ഈ നോവലിലൂടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ലൂസി ആൻഡ് മാഡം ഡിഫാർജെ എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ദെൻ ലൂസി എന്ന് പറയുന്നതാണ് ഷീസ് എ ഗോൾഡൻ ത്രെഡ് ആണ്. ഷീസ് എ പാസീവ് ക്യാരക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കംഫർട്ടബിൾ പ്ലേസ് അല്ലെങ്കിൽ കംഫർട്ടബിൾ ഹോം ഫോർ മെൻ, ഐ മീൻ എൻ ഇമോഷണൽ ഫൗണ്ടേഷൻ ഫോർ ദ മെൻ ഇൻ ഹെർ ലൈഫ്. ആൻഡ് ഷീ ഈസ് എ ഡിവോട്ട് കമ്പാഷനേറ്റ് ആണ്. പിന്നെ ഗുഡ്നെസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, സിഡ്നി കാർട്ടൺ അദ്ദേഹത്തിന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തത്. സോ അനദർ തിങ്, മാഡം ഡിഫാർജെ എന്ന് പറയുന്നത് എന്താണ്, സെന്റർ ഓഫ് ദി റെവല്യൂഷണറി ആക്ടിവിറ്റി, ഒരു വെഞ്ചഫുൾ ക്യാരക്ടർ ആണ്. സിറ്റിംഗ് ഇൻ എ വൈൻ ഷോപ്പ് ആൻഡ് പ്ലാനിങ് എവറിത്തിങ് and knitting her death register, അങ്ങനെ വേണമെങ്കിൽ പറയാം, knitting her death register, like she is knitting. So in the beginning of the novel we can see that she is knitting her enemy's name on the clothes. അതായത് അടുത്ത വിക്ടിംസ് ആരൊക്കെയാണ്, അടുത്ത എനിമീസ് ആരെയൊക്കെ കൊല്ലണം എന്നുള്ളതാണ് ഇവർ ഇങ്ങനെ നെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ഷീ ആക്ച്വലി ഇൻസ്റ്റിഗേറ്റ്സ് ഹേറ്റ്രഡ് ആൻഡ് വയലൻസ്. ആൻഡ് പിന്നെന്താണ്, എവർമൺ ഫാമിലിക്ക് നേരെ എക്സ്റ്റർമിനേറ്റ് ചെയ്യണം, ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റർമിനേറ്റ് ചെയ്യണം എന്നുള്ളത് മാഡം ഡിഫാർജയുടെ ഒരേ ഒരു എയിം ആയിരുന്നു. സോ ഷീ ട്രൈഡ്
ട്വൈസ് ചാൾസ് ഡാർനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, മദേഴ്സ് ഓൾസോ പ്ലേ ആൻ എസെൻഷ്യലി ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദിസ് സെൻസ്. അതായത് മദർ ക്യാരക്ടേഴ്സ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. അതായത് ചാൾസ് ഡാർണയുടെ മദർ മാഡം ഇവർബണ്ട് എന്ന് പറയുന്നത്, ലൂയിസിയുടെ മദർ മാഡം മാനറ്റ് എന്ന് പറയുന്നത്, ദേ റെപ്രസെന്റ് മദേഴ്സ് ഹു ഡൈ യങ് ബട്ട് ലീവ് ദെയർ ചിൽഡ്രൻ വിത്ത് എ സെൻസ് ഓഫ് കോൺഷ്യൻസ് ആൻഡ് ലവ്. നല്ല മനസാക്ഷിയുള്ള കുഞ്ഞുങ്ങളെയാണ് അവർ വളർത്തിയെടുത്തത് എന്നുള്ള രീതിയിലുള്ള രണ്ട് മദേഴ്സിനെ ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓക്കെ, Lucy is also again a natural mother ആണ്, nurturing her daughter and protecting her from any harm. So അതാണ്. പിന്നെ ഓക്കെ, സോ ദീസ് ആർ ദ വിമൺ ക്യാരക്ടേഴ്സ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാർവസ് ലോറിയുടെ വൈഫിനെ കുറിച്ചൊക്കെ പറയാം. ഓക്കെ, സോ ദിസ് ഈസ് ദി ഓവറോൾ എന്താ പറയുക സ്റ്റോറി ആൻഡ് ദി ക്യാരക്ടർ അനാലിസിസ് ഓഫ് ദി നോവൽ ടെയിൽ ഓഫ് ടു സിറ്റീസ്. സോ പ്ലീസ് ജസ്റ്റ് റീഡ് ദ നോവൽ ബിക്കോസ് ഇറ്റ് ഇസ് സോ സിമ്പിൾ അല്ലേ, സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതിയേക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വലിയ ഇമ്പോർട്ടൻറ്റ് കോഡ്സ് ഒക്കെ വരുമ്പോൾ പ്ലീസ് ട്രൈ ടു ഇൻക്ലൂഡ് സച്ച് കോഡ്സ് ഇൻ യുവർ ആൻസേഴ്സ്. എസ്പെഷ്യലി എസ്ഐ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ കോഡ്സ് ഒക്കെ ഒന്ന് എഴുതുന്നത് നന്നായിരിക്കും. സോ ഇറ്റ് വിൽ ഫെച്ച് യു മോർ മാർക്സ്. ഓക്കെ, താങ്ക് യു.